എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൾട്ടിമീഡിയ സ്പീക്കർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് തുടങ്ങിയവയിലൊക്കെ വരുന്ന ചാർജിങ് പോർട്ടുകൾ ഇളകി പോവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക എന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് സിമ്പിളായിട്ട് നന്നാക്കുന്നത് എന്നാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നേരെ നമുക്ക് വീഡിയോ കണ്ടുവരാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബ്ലൂടൂത്ത് അതുപോലെ തന്നെ കരോക്കെയൊക്കെ പാടാൻ പറ്റുന്ന ഒരു മൈക്കാണ്. ഇതിൻ്റെ ചാർജിങ് പോർട്ട് മാത്രമാണ് പോയത്. ബാക്കി വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ചാർജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ആ ചാർജിങ് പോർട്ട് പൊട്ടി ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു സെറ്റിൻ്റെ പുറം ഭാഗത്തുള്ള ഈ നെറ്റ് കവർ അഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് 4 സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബോർഡ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതേ സെയിം മോഡൽ തന്നെ നമുക്ക് മാറ്റണമെങ്കിൽ ഒന്നുകിൽ മൊബൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ SMD സോൾഡറിങ് ചെയ്യുന്ന അവരുടെ അടുത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സാധാരണ സോൾഡറിങ്ങാണ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൊബൈൽ ഷോപ്പിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ബോർഡ് നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ് പോർട്ട് പൊട്ടിയ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. അത്രയൊന്നും നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ 10 രൂപേൻ്റെ ഒരു ചാർജിങ് പോർട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നമ്മൾ വൃത്തിയായിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണ് ഈ ചാർജിങ് പോർട്ടിലെന്ന് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബോർഡിൻ്റെ മുകളിലുള്ള പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണ് കണക്ഷൻ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കണം. മാറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകും. നമ്മളുടെ ഐഡിയ അനുസരിച്ചിട്ട് അത് എവിടെയാണോ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മളത് ഫിറ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള ചാർജിങ് പോർട്ടുകളുള്ള നിരവധി ഉപകരണങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്. അപ്പോൾ അതിലൊക്കെ ചാർജിങ് പോർട്ട് പോയി കഴിയുമ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏത് ഉപകരണമായാലും ഈ മോഡൽ ചാർജിങ് പോർട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു കണക്ടർ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഫിറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളിത് കവറും കാര്യങ്ങളൊക്കെ അടച്ചു. ഇനി നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം ചാർജ് കയറുന്നില്ലെന്ന്. ഇത് സക്സസ് ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. വീഡിയോയ്ക്ക് കമൻറ്റുകൾ നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.